നിങ്ങൾ എൻ്റെ ഈ കയ്യിൽ കാണുന്നത് ഓറഞ്ച്, ഈ കയ്യിൽ കാണുന്നതും ഓറഞ്ച്, രണ്ടും പേരിൽ സെയിം ആണല്ലേ, ഓറഞ്ച് ഓറഞ്ച്. കേൾക്കാൻ ഒരുപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒന്ന് ഫ്രൂട്ടും മറ്റൊന്ന് കളറുമാണ്. ഇതുപോലെ തന്നെയാണ് +2ലെയും +1ലെയും എക്കണോമിക്സ്. +1ലെ എക്കണോമിക്സ് +2ലെ എക്കണോമിക്സ് പറയുമ്പോൾ ഒരുപോലെ ആണെങ്കിലും രണ്ടും തമ്മിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ട്. നമ്മൾ +1 പഠിച്ചു പോയത് ഇന്ത്യൻ എക്കണോമിയുടെ ചരിത്രവും അതുപോലെ സ്റ്റാറ്റിയുമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു കണ്ടന്റും നമ്മൾ +2ൽ പഠിപ്പിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം +2ൽ നമ്മൾ പഠിക്കുന്ന മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഇത് രണ്ടും എക്കണോമിക്സിനെ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട കണ്ടന്റുകളെ കുറിച്ച് പറഞ്ഞ് അത് എങ്ങനെ പഠിക്കണം. മിക്കവാറും പേര് ഒന്നാമത്തെ ചാപ്റ്റർ കുഴപ്പമില്ല, പക്ഷെ 2-3 ചാപ്റ്റർ കഴിഞ്ഞ് ഓരോ ലെവൽ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എക്കണോമിക്സിന്റെ ടഫ് അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഈ ടഫ്നെസ് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റൈൽ മാറ്റണം, പഠിക്കേണ്ട രീതി മാറ്റുന്നതിനോടൊപ്പം തന്നെ അതിന്റെ കോൺസെപ്റ്റുകൾ തിരിച്ചറിയണം. അതോടൊപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ തിയറീസ് വരുന്ന സമയത്ത്, അതുപോലെ ഗ്രാഫുകളും ഡയഗ്രാമുകളും ഒക്കെ വരുന്ന സമയത്ത് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ കൂടി ചേർത്തിട്ടുള്ള 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന സമയത്ത് എല്ലാത്തിനും ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ +1 പഠിച്ച യാതൊരുവിധ സ്റ്റൈൽ കൊണ്ട് നമുക്ക് കാര്യമില്ല. +2 എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് ഈ പറയുന്ന +2 എക്കണോമിക്സ് എന്ന് പറയുന്നത് ടഫ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു ലെവലിലുള്ള സംഭവം നമ്മൾ നേരെ ഈസി എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം. ഈ പറഞ്ഞ ടഫ് എന്ന് പറയുന്ന +2 എക്കണോമിക്സ് ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഗ്രേഡ് നിങ്ങൾ ഏതാണോ ഗ്രേഡ് ആഗ്രഹിക്കുന്നത് മിനിമം അത് A ഗ്രേഡെങ്കിലും ആകണം. അത് A+ലേക്കും A+ന് പുറമെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കണ്ടന്റുമായിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം, എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിനെ കുറിച്ച് അറിയാം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി തൊട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.